PYQ സീരീസിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ. In figure, arcs have been drawn with radii 14 cm each and with centers P, Q and R. Find the area of the shaded region. ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടെക്സിലും ഓരോ ആർക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്കിന്റെ റേഡിയസ് 14 സെന്റിമീറ്റർ ആണ്. ഈ ഷെയ്ഡഡ് പാർട്സിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഓരോ സെക്ടേഴ്സിന്റെയും ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സെക്ടർ ഈക്വൽസ് ടു theta by 360 into pi r square. Radius r equals to 14 centimeter. പി സെന്റർ ആയിട്ടുള്ള സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സെക്ടർ ഓൺ പി ഈക്വൽസ് ടു ആംഗിൾ പി by 360 into pi into 14 square. അതുപോലെ തന്നെ ഏരിയ ഓഫ് സെക്ടർ ഓൺ Q ഈക്വൽസ് ടു ആംഗിൾ Q by 360 into pi into 14 സ്ക്വയർ. എല്ലാ സെക്ടറിന്റെയും റേഡിയസ് 14 തന്നെയാണ്. ഏരിയ ഓഫ് സെക്ടർ ഓൺ R equals to angle R by 360 into pi into 14 square. Therefore, area of shaded region equals to, നമുക്ക് ഈ 3 ഏരിയാസും ഒന്ന് ആഡ് ചെയ്യാം. ആംഗിൾ P by 360 into pi into 14 square പ്ലസ് ആംഗിൾ Q by 360 into pi into 14 square പ്ലസ് ആംഗിൾ R by 360 into pi into 14 square. Pi into 14 square by 360 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. pi into 14 square by 360. ഇനി ബ്രാക്കറ്റിനകത്ത് ആംഗിൾ P പ്ലസ് ആംഗിൾ Q പ്ലസ് ആംഗിൾ R. ഈ ആംഗിൾ P, ആംഗിൾ Q ആൻഡ് ആംഗിൾ R ആർ ദ ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. pi into 14 square by 360 into angle P plus angle Q plus angle R equals to 180 degree by angle sum property. Piയുടെ വാല്യൂ 22/7 into 14 into 14 by 360 into 180. ഈ രണ്ട് സീറോസും കട്ട് ചെയ്യാം. 18ഉം 36ഉം കൂടെ കട്ട് ചെയ്യാം. 18 1 ടൈം, 36ൽ 2 ടൈംസ്, 7ഉം 14ഉം കൂടെ കട്ട് ചെയ്യാം. 7ൽ 7 1 ടൈം, 14ൽ 7 2 ടൈംസ്. ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ആവും. ഇപ്പോൾ 22 into 14 ഈക്വൽസ് ടു 308 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? PYQ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം.